ഹായ് ഓൾ, ജെയ്മീൻ ഫേസ് 2ലേക്ക് ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സാർ ഫേസ് 1ൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ Xylem ഫേസ് 2ലും യൂട്യൂബിലൂടെ സപ്പോർട്ട് ചെയ്യലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഫേസ് 2ലും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് Xylemത്തിൻ്റെ പ്ലാൻസ് ഒക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 28-ാം തീയതി വരുന്നത് കെമിസ്ട്രിയുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ടോപ്പ് PYQയുടെ ഒരു സെഷനാണ്. അതായത് വൈകുന്നേരം 5 മണി മുതൽ രാത്രി ഒരു 10-10:30 വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ടോപ്പ് PYQ ഫ്രം ഈ ഓർഗാനിക് കെമിസ്ട്രി. അതേപോലെ 29-ാം തീയതി വരുന്നത് പിന്നെ ടോപ്പ് PYQ ഫ്രം ഇനോർഗാനിക് കെമിസ്ട്രിയാണ് വരുന്നത്. ഓക്കെ, കാരണം ഓർഗാനിക്കിലും ഇനോർഗാനിക്കിലൊക്കെ നമുക്ക് ചിലപ്പോൾ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ, പ്രത്യേകിച്ച് ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ. അതുകൊണ്ടാണ് അതിന് പ്രത്യേകം 2 സെഷൻസ് ആക്കിയിട്ട് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 30, 31 അതേപോലെ 1 30-31 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രഡിക്ഷൻ സീരീസ് തന്നെയാണ്. അതായത് നമ്മൾ 10 പേപ്പറാണ് പ്രൊഡിക്റ്റ് ചെയ്യുക ചാപ്റ്റർ വൈസ്. അതായത് ടോട്ടൽ 250 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സബ്ജക്റ്റ് അല്ലെ. പിന്നെ ഫേസ് 1ൽ ചെയ്ത പോലെ മുൻ വർഷത്തിലൊക്കെ ചെയ്ത പോലെ തന്നെ 250 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് സബ്ജക്റ്റ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് 3 ദിവസം എടുത്തിട്ട്. അതിന് ടൈം വരുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം ഒരു 9-10 മണി വരെയൊക്കെയാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ലൈവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം ഫേസ് 1ലായിക്കോട്ടെ ലാസ്റ്റ് ഇയറിലായിക്കോട്ടെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താക്കിയിട്ടുണ്ട്, ജെയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും മകളെ, പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. സോ ഈ പറഞ്ഞ അവസരങ്ങൾ നിങ്ങൾ യാതൊരു കാരണവശാലും എന്താക്കരുത്, നിങ്ങൾ വിട്ടുകളയരുത്. സോ തീർച്ചയായിട്ടും നമുക്ക് ലൈവിൽ കാണണം.